Hi, welcome to VBY ITI official YouTube channel. ഞാൻ ദിവ്യ, ട്രേഡ് ഇൻസ്ട്രക്ടർ, ഇലക്ട്രോണിക് മെക്കാനിക്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഫസ്റ്റ് ഇയറിലെ സോൾഡറിങ് ആൻഡ് ഡീസോൾഡറിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെറ്റൽ യൂസ്ഡ് ഇൻ ദ സോൾഡർ ഈസ്. സോൾഡറിൽ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണ്? ഓപ്ഷൻ എ ലെഡ്, ഓപ്ഷൻ ബി ടിൻ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഡി കാർബൺ. അപ്പോൾ സോൾഡറിൽ ഉപയോഗിക്കുന്ന മെറ്റൽസ് എന്ന് പറയുന്നത് ലെഡും ടിന്നുമാണ്. അപ്പോൾ ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ മെൽറ്റിംഗ് റേഞ്ച് ഓഫ് സോൾഡർ ഈസ്. സോൾഡറിൻ്റെ മെൽറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഓപ്ഷൻ എ 96 to 225 degrees centigrade, option B 100 to 225 degrees centigrade, option C 110 to 290 degrees centigrade, option D all of these. സോൾഡറിൻ്റെ മെൽറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ എ 96 to 225 degree centigrade. തേർഡ് ക്വസ്റ്റ്യൻ, melting point of solder should be dash than the melting point of the metal to be joined. അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് മെൽറ്റ് ചെയ്യുന്ന മെറ്റലിനേക്കാൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ആൻസർ, ലെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കമ്പോണൻറ്റ് യൂസ്ഡ് ഫോർ ദ സോൾഡറിങ് ഗൺ. സോൾഡറിങ് ഗണ്ണിൽ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റ്. എ ട്രാൻസ്ഫോമർ, ബി ടിപ്പ്, സി ട്രിഗർ, ഡി ഓൾ ഓഫ് ദീസ്. ആൻസർ ഓൾ ഓഫ് ദീസ്. ട്രാൻസ്ഫോമർ, ടിപ്പ്, ട്രിഗർ ഇതെല്ലാം എന്തിൽ ഉപയോഗിക്കുന്നുണ്ട്? സോൾഡറിങ് ഗണ്ണിൽ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടിപ്പ് യൂസ്ഡ് ഇൻ PCB സോൾഡറിങ് ഈസ്. PCB സോൾഡറിങ്ങിൽ ഉപയോഗിക്കുന്ന ടിപ്പ് ഏതാണ്? ടിപ്പ് ബിവൽ ഉണ്ട്, പിരമിഡ്, കോണിക്കൽ, ചിസൽ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സാധാരണയായിട്ട് PCBയിൽ ഉപയോഗിക്കുന്നത് ബിവൽ ടൈപ്പ് ടിപ്പാണ്. Next question, the tip used in ordinary soldering is. ഓർഡിനറി സോൾഡറിങ്ങിൽ ഉപയോഗിക്കുന്ന ടിപ്പ് ഏതാണ്? എ ബിവൽ, ബി പിരമിഡ്, സി കോണിക്കൽ, ഡി ബോത്ത് എ ആൻഡ് ബി. ഇവിടെ ബിവലും പിരമിഡും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നു. ആൻസർ ബോത്ത് എ ആൻഡ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രീഷ്യൻ സോൾഡർ കണ്ടെയ്ൻസ്. ഇലക്ട്രീഷ്യൻ സോൾഡറിൽ അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻ എ ലെഡ് 58% ആൻഡ് ടിൻ 42%, ഓപ്ഷൻ ബി ലെഡ് 42% ആൻഡ് ടിൻ 58%, സി ലെഡ് 80% ആൻഡ് ടിൻ 20%, ഡി ലെഡ് 20% ആൻഡ് ടിൻ 80%. ദ ആൻസർ ലെഡ് 58% ആൻഡ് ടിൻ 42%. 58% ലെഡും 42% ടിന്നും അടങ്ങിയിരിക്കുന്ന കോമ്പിനേഷനാണ് ഇലക്ട്രീഷ്യൻ സോൾഡറിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, മാക്സിമം പ്രിഫേർഡ് സോൾഡർ കോണ്ടാക്ട് ആംഗിൾ ഈസ്. സോൾഡർ കോണ്ടാക്ട് ആംഗിൾ മാക്സിമം ഉപയോഗിക്കുന്നത് എത്രയാണ്? എ 45 ഡിഗ്രി, ബി 90 ഡിഗ്രി, സി 180 ഡിഗ്രി, ഡി എനി ആംഗിൾ. ആൻസർ 45 ഡിഗ്രിയാണ് അതിൽ ഉപയോഗിക്കുന്ന മാക്സിമം കോണ്ടാക്ട് ആംഗിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമ്പോസിഷൻ ഓഫ് ലെഡ് ആൻഡ് ടിൻ ഫോർ സോൾഡറിങ് അയൺ ഷീറ്റ് ഈസ്. എ 50%, ബി 60-40, സി 40-60, ഡി 40-58. അയൺ ഷീറ്റ് സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് 50%, 50%. ലെഡ് 50%, ടിൻ 50%. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫ്ലെക്സ് സ്യൂട്ടബിൾ ഫോർ കോപ്പർ ഈസ്. കോപ്പറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്ലെക്സ് ഏതാണെന്ന്? ഓപ്ഷൻ എ സിങ്ക് ക്ലോറൈഡ്, സ്റ്റെയറിൻ, ബോത്ത് എ ആൻഡ് ബി, അമോണിയം ക്ലോറൈഡ്. ആൻസർ വരുന്നത് അമോണിയം ക്ലോറൈഡ് ആണ് കോപ്പറിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡീസോൾഡറിങ് റിക്വയർസ്. ഡീസോൾഡറിങ്ങിന് ആവശ്യമായത്. ഓപ്ഷൻ എ സം ടെമ്പറേച്ചർ ആസ് ഇൻ സോൾഡറിങ്, ബി ഹയർ ടെമ്പറേച്ചർ ദാൻ സോൾഡറിങ്, സി ലോവർ ടെമ്പറേച്ചർ ദാൻ സോൾഡറിങ്, ഡി നൺ ഓഫ് ദിസ്. ആൻസർ സം ടെമ്പറേച്ചർ ആസ് ഇൻ സോൾഡറിങ്. സോൾഡറിങ്ങിൽ കുറച്ച് ടെമ്പറേച്ചർ വേണം ഈ സോൾഡറിങ്ങിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ വാട്ടേജ് ഓഫ് സോൾഡറിങ് ഗൺ ഫോർ PCB സോൾഡറിങ് ഷുഡ് ബി. എൻ്റെ സോൾഡറിങ് ഗണ്ണിൻ്റെ വാട്ടേജ് എ ലെസ്, ബി ഹൈ, സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദിസ്. ആൻസർ വരുന്നത് ലെസ്, കുറഞ്ഞ വാട്ടേജിലാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബോണ്ടിങ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ സോൾഡർ എ ജോയിൻറ്റ്. സോൾഡർ ജോയിൻറ്റിൽ ഉപയോഗിക്കുന്ന ബോണ്ടിങ് മെറ്റീരിയൽ ഏതാണെന്ന്. എ ഓയിൽ, ബി ഫ്ലെക്സ്, സി ആസിഡ്, ഡി ഗ്രീസ്. സാധാരണയായിട്ട് ബോണ്ടിങ് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ജോയിൻ എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റെപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സോൾഡറിങ് എ ജോയിൻറ്റ്. ഒരു ജോയിൻറ്റ് സോൾഡർ ചെയ്യാൻ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഏതാണെന്ന്. എ ഹീറ്റിംഗ് ദ ജോയിൻറ്റ്, കൂളിംഗ് ദ ജോയിൻറ്റ്, പേസ്റ്റിംഗ് ദ ജോയിൻറ്റ്, ക്ലീനിങ് ദ ജോയിൻറ്റ്. അപ്പോൾ ജോയിൻറ്റ് ചെയ്യാൻ സോൾഡർ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ദി ജോയിൻ്റ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ യൂസ്ഡ് ഇൻ സോൾഡറിങ് സ്റ്റേഷൻ. സോൾഡറിങ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്. ഓപ്ഷൻ എ 150 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടു 450 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, ബി 450 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടു 600 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, ഓപ്ഷൻ സി 600 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടു 800 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, ഓപ്ഷൻ ഡി 800 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടു 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ സോൾഡറിങ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞാൽ 150 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടു 450 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ടൂൾ. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഏത് ടൂൾ ആണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ സോൾഡറിങ് അയൺ, ബി ഡീസോൾഡറിങ് പമ്പ്, സി മൾട്ടിമീറ്റർ, ഡി ക്രിമ്പിംഗ് ടൂൾ. തന്നിരിക്കുന്ന ടൂൾ ഏതാണ്. തന്നിരിക്കുന്ന ടൂള് ഡീസോൾഡറിങ് പമ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ നെയിം ഓഫ് ദി സോൾഡറിങ് അയൺ ടിപ്പ്. തന്നിരിക്കുന്ന സോൾഡറിങ് അയൺ ടിപ്പ് ഏതാണ്. കോണിക്കൽ, പിരമിഡ്, ചിസൽ ടാപ്പർ, റൗണ്ട് ബിവൽ. തന്നിരിക്കുന്ന ഫിഗറിൽ വരുന്നത് കോണിക്കൽ ടിപ്പാണ്. ഫിഗർ നോക്കിയാൽ കോണിക്കൽ ടിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫ്ലെക്സ് യൂസ്ഡ് ഫോർ സോൾഡറിങ് ഇലക്ട്രോണിക് കമ്പോണൻസ്. ഇലക്ട്രോണിക് കമ്പോണൻസ് സോൾഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ഏതാണ്. എ റെസിൻ, ബി റോസിൻ, സി മൈൽഡ് ആസിഡ്, ഡി ഓർഗാനിക് ആസിഡ്. ഉപയോഗിക്കുന്നത് റോസിൻ ഫ്ലെക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈപ്സ് ഓഫ് സോൾഡറിങ് ഈസ് യൂസ്ഡ് ഫോർ ജോയിനിങ് മെറ്റൽ സർഫസ്. മെറ്റൽ സർഫസ് ജോയിൻ ചെയ്യാൻ എത്ര തരത്തിലുള്ള സോൾഡറിങ് ഉപയോഗിക്കുന്നുണ്ട്. 2 തരത്തിലുള്ള. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ദി അബ്രിവിയേഷൻ SPDT യൂസ്ഡ് ഇൻ സ്വിച്ചസ്. സ്വിച്ചസിൽ ഉപയോഗിക്കുന്ന SPDTയുടെ ഫുൾ ഫോം എന്താണ്. എ സിംഗിൾ പോൾ ഡ്യുവൽ ത്രോ, സിംഗിൾ പോൾ സിംഗിൾ ത്രോ, സിംഗിൾ പോൾ ഡബിൾ ത്രോ, സിംഗിൾ പോൾ ഷെയർഡ് പോൾ ഡബിൾ ത്രോ. അപ്പോൾ തന്നിരിക്കുന്നതിൽ SPDTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സിംഗിൾ പോൾ ഡബിൾ ത്രോ ആണ്. ആ സ്വിച്ചസിൽ നിന്നുള്ള SPDT വരുന്നുണ്ട്, SPST വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. വെൻ ഡസ് ദ റോസിൻ ഫ്ലെക്സ് മെൽറ്റ് ഇൻ എ സോൾഡറിങ് പ്രോസസ്. ഓപ്ഷൻ എ ആഫ്റ്റർ ദ സോൾഡറിങ് മെൽറ്റിംഗ്,
when the solder is melting, during the solder is melted, when the solder is heated. എപ്പോഴാണ് അല്ല റോസിൻ ഫ്ലക്സ് സോൾഡറിങ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത്? ആൻസർ വരുന്നത് വെൻ ദ സോൾഡർ ഈസ് ഹീറ്റഡ്. സോൾഡർ ഹീറ്റ് ചെയ്യുമ്പോഴാണ് സോൾഡറിങ് ഫ്ലക്സ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ സോൾഡറിങ് മെത്തേഡ് യൂസ്ഡ് ഫോർ ജോയിനിങ് ലാർജ് മെറ്റൽ കോൾഡ്? ലാർജ് മെറ്റൽ സോൾഡർ ചെയ്യുന്ന പ്രോസസ്സ് അതിന് പറയുന്ന പേര്. എ വെൽഡിങ്, ബി ബ്രേസിങ്, സി ഹോട്ട് സോൾഡറിങ്, ഡി സോഫ്റ്റ് സോൾഡർ. ആൻസർ ബ്രേസിങ് എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അഡീഷണൽ അഡ്വാൻറ്റേജ് ഓഫ് റോസിൻ ഫ്ലക്സ് യൂസ്ഡ് ഫോർ സോൾഡറിങ് ഇലക്ട്രോണിക് കമ്പോണൻസ്? അഡീഷണൽ അഡ്വാൻറ്റേജ്, റോസിൻ ഫ്ലക്സ് ഉപയോഗിക്കുന്ന മൂലമുണ്ടാകുന്ന അഡീഷണൽ അഡ്വാൻറ്റേജ് എന്താണെന്ന്. ഫസ്റ്റ്, ഇറ്റ് ഈസ് നോൺ കണ്ടക്റ്റീവ്, ഇറ്റ് ഈസ് ഗുഡ് കണ്ടക്ടർ, ഇറ്റ് ഈസ് കെമിക്കൽ പെസ്റ്റ്, ഇനോർഗാനിക് ആസിഡ് ഇൻ നേച്ചർ. അതിൽ വരുന്നത് ഇറ്റ് ഈസ് നോൺ കണ്ടക്റ്റീവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ full of the abbreviation DPDT used in switches. സ്വിച്ചസിൽ ഉപയോഗിക്കുന്ന DPDT എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം. എ ഡ്യുവൽ ഫേസ് ഡ്യുവൽ ത്രോ, ബി ഡബിൾ പോൾ ഡയറക്റ്റ് ത്രോ, ഡയറക്റ്റ് പോൾ ഡബിൾ ത്രോ, ഡബിൾ പോൾ ഡബിൾ ത്രോ. ആൻസർ ഡബിൾ പോൾ ഡബിൾ ത്രോ. SPDT, DPDT എല്ലാവരും ഫുൾ ഫോം പഠിക്കണം. നെക്സ്റ്റ്, which soldering instrument has hot air blowing facility? ഏത് സോൾഡറിങ് ഇൻസ്ട്രുമെൻറ്റിനാണ് ഹോട്ട് എയർ ബ്ലോയിങ് ഫെസിലിറ്റി ഉള്ളത്? ഓപ്ഷൻ എ സോൾഡറിങ് അയൺ, ഓപ്ഷൻ ബി സോൾഡറിങ് സ്റ്റേഷൻ, സി വേവ് സോൾഡറിങ് മെഷീൻ, ഡി ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിങ് അയൺ. ഹോട്ട് എയർ ബ്ലോയിങ് ഫെസിലിറ്റി ഉള്ളത് സോൾഡറിങ് സ്റ്റേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റേഷ്യോ ഓഫ് ടിൻ ലെഡ് കോമ്പിനേഷൻ ഈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോണിക് കമ്പോണൻറ്റ് സോൾഡറിങ് വർക്ക്? ഇലക്ട്രോണിക് കമ്പോണൻറ്റ് സോൾഡറിങ് വർക്കിൽ ഉപയോഗിക്കുന്ന ടിൻ ലെഡ് കോമ്പിനേഷൻ, സോൾഡറിലെ മെറ്റൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 60-40 ആണ്. 60-40. വിച്ച് ടൂൾ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എയർ സെക്ഷൻ? ഏത് ടൂളാണ് എയർ സെക്ഷനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്? എ സോൾഡറിങ് അയൺ, ബി സോൾഡറിങ് വിക്ക്, സി ഡീസോൾഡറിങ് ബ്ലേഡ്, ഡി ഡീസോൾഡറിങ് പമ്പ്. ഡീസോൾഡറിങ് പമ്പാണ് എയർ സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പവർ സപ്ലൈ കണക്റ്റഡ് സോൾഡറിങ് അയൺ? സോൾഡറിങ് അയൺ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് എ ഫയർ, ബി ഹീറ്റ്, സി കൂൾ എയർ, ഡി വാട്ടർ വേപ്പർ. സോൾഡറിങ് അയൺ ചൂടാക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്നത് ഹീറ്റാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫ്ലക്സ് ഇൻ സോൾഡറിങ് ഇലക്ട്രോണിക് സർക്യൂട്ട് കമ്പോണൻസ്? ഇലക്ട്രോണിക് കമ്പോണൻസ് സോൾഡർ ചെയ്യുന്ന സമയത്ത് ഫ്ലക്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓപ്ഷൻ എ ഫോം ദ ഓക്സൈഡ് ലെയർ, reduce the solder cooling time, increase the melting temperature of solder, dissolve the oxide layer on the metal surface. സോൾഡർ ചെയ്യുന്ന സമയത്ത് ഫ്ലക്സ് ഉപയോഗിക്കുന്നത് ഓക്സൈഡ് ലെയറിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിസോൾവ് ദി ഓക്സൈഡ് ലെയർ ഓൺ ദി മെറ്റൽ സർഫസ്. വിച്ച് ഗേജ് നമ്പർ ഓഫ് റോസിൻ കോർഡ് സോൾഡർ ഈസ് suitable for soldering medium sized joint? മീഡിയം സൈസ് ജോയിൻ്റ് ഉപയോഗിക്കുന്ന റോസിൻ കോർഡ് സോൾഡറിൻ്റെ ഗേജ് നമ്പർ എത്രയാണെന്നാണ്. എ 16 ഗേജ്, ബി 18 ഗേജ്, സി 22 ഗേജ്, ഡി 24 ഗേജ്. ആൻസർ 18 ഗേജ് ആണ്. How the flux residue is removed after soldering a joint?
അവിടെ റെസിജ് ഫ്ലക്സ് റിമൂവ് ചെയ്യുക. സോൾഡറിങ് പ്രോസസ്സിന് ശേഷം അതിലൂടെ ഉണ്ടാകുന്ന റെസിജ് ഫ്ലക്സ് റിമൂവ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? വാട്ടർ, പെട്രോൾ, ഓർഗാനിക് ഫ്ലക്സ്, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. ഇവിടെ ഉപയോഗിക്കുന്ന ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ IPA. What is the effect of overheating on soldering a joint? ഒരു ജോയിൻറ്റ് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓവർ ഹീറ്റ് കൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റ് എന്താണെന്ന്? A. Cold joint. B. Poor wetting. C. Dull grainy surface. D. Flux trapped against lead. Answer: dull grainy surface. Next question. What is the name of defect if the flux is unable to remove the tarnish from the soldered joint? അവിടെ ജോയിൻറ്റിൽ നിന്നും ഫ്ലക്സ് റിമൂവ് ചെയ്ത് എന്ത് ഡിഫക്റ്റാണോ സംഭവിക്കുന്നത്? A. Cold joint. B. Poor wetting. C. Pits and voids. D. Dull gravity surface. അവിടെ ഉണ്ടാകുന്നത് കോൾഡ് ജോയിൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ഫോഴ്സ്ഡ് എയർ ഈസ് ബ്ലോൺ ടു കൂൾ ദ ജോയിൻറ്റ് വൈൽ സോൾഡറിങ്? സോൾഡറിങ് പ്രോസസ്സ് നടന്ന് അവിടെ നമ്മൾ പതുക്കെ തണുപ്പിക്കുക. എയർ ബ്ലോ ചെയ്തിട്ട് തണുപ്പിക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? A. Solder setting very slowly. B. Results in dry brittle joint. C. Disturbs the chemical bonding. D. Joint becomes mechanically stronger. അപ്പോൾ ഫോഴ്സ്ഡ് എയറിൽ അത് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? റിസൾട്ട് ഇൻ ഡ്രൈ ബ്രിട്ടിൽ ജോയിൻറ്റ്. ഡ്രൈ ആയിട്ട് ബ്രിട്ടിൽ പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള ജോയിൻ്റായി മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി എഫക്റ്റ് ഓഫ് ഷെയ്ക്കിംഗ് ദ സോൾഡർ ജോയിൻറ്റ് വൈൽ കൂളിംഗ്? ഒരു ജോയിൻറ്റ് കൂൾ ചെയ്യുന്ന സമയത്ത് അത് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്ന്? A. Flux will not dissolve. It will corrode the joint. It disturbs the chemical bonding take place. It results in oxidation of solder. അപ്പോൾ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് ഇറ്റ് ഡിസ്റ്റർബ്സ് ദ കെമിക്കൽ ബോണ്ടിങ് ടേക്ക് പ്ലേസ്. അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ ബോണ്ടിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ദ സോൾവെൻറ്റ് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ IPA ഈസ് യൂസ്ഡ് ഓൺ ദി സോൾഡർ? എന്തുകൊണ്ടാണ് IPA ഒരു സോൾഡറിൽ ഉപയോഗിക്കുന്നത്? ടു ഹെൽപ്പ് ദി കൊറോസീവ് ആക്ഷൻ, ക്ലീനിങ് ബിഫോർ സോൾഡർ ദ ജോയിൻറ്റ്, ടു ബ്രേക്ക് ഡൗൺ ദ ആസിഡ് വിത്തിൻ ദ ജോയിൻറ്റ്, റിമൂവ് റെസിജ്വൽ ഫ്ലക്സ് ആൻഡ് പ്രിവെൻറ്റ് കൊറോഷൻ. ഇവിടെ IPA ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റിമൂവ് റെസിജ്വൽ ഫ്ലക്സ് ആൻഡ് പ്രിവെൻറ്റ് കൊറോഷൻ. അതുകൊണ്ടാണ് റെസിജ്വൽ ഫ്ലക്സ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാനും കഴിയുന്നു. നെക്സ്റ്റ്. വാട്ട് ഈസ് ദ ഡിഫക്റ്റ് ഓൺ ദി സോൾഡേർഡ് ജോയിൻറ്റ് ഇഫ് ഇറ്റ് ഈസ് കൂൾഡ് ബൈ ബ്ലോയിങ് എയർ? ഡ്രൈ സോൾഡർ joint. How the thick layers of oxide is removed before doing the solder? എങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്ന തിക്ക് ലെയർ ഓക്സൈഡ് ലെയർ റിമൂവ് ചെയ്യുന്നതെന്ന്? അപ്ലൈ ഫ്ലെക്സ്, ക്ലീൻ നോർമലി, യൂസ് അബ്രസീവ് മെത്തേഡ്, യൂസ് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. അവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് അബ്രസീവ് മെത്തേഡാണ്. Which method is used for soldering electronic components? Electronic components ഉപയോഗിക്കുന്ന മെത്തേഡ് അബ്രസീവ് മെത്തേഡ്, ക്ലിഞ്ച് മെത്തേഡ്, ഹാർഡ് സോൾഡറിങ് മെത്തേഡ്, സോൾഡറിങ് സ്റ്റേഷൻ മെത്തേഡ്. ഉപയോഗിക്കുന്ന മെത്തേഡിൻ്റെ പേരാണ് ക്ലിഞ്ച്ഡ് മെത്തേഡ്. Why the Plenger desoldering tool needs periodical cleaning? Desoldering പമ്പ് അത് പീരിയോഡിക്കൽ ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത. ഓപ്ഷൻ എ, ടു മെൽറ്റ് ദ സോൾഡർ ക്വിക്ക്ലി. ബി, ടു ഹെൽപ്പ് ദ ജോയിൻറ്റ് ടു ബി സോൾഡേർഡ്. സി, ടു പ്രിവെൻറ്റ് ക്ലോഗിംഗ് ഓഫ് ദ നോസിൽ. ഡി,
ടു റിമൂവ് ദി ഫ്ലക്സ് കളക്റ്റഡ് ഇൻ ചേംബർ. അവിടെ പീരിയോഡിക്കലായിട്ട് ക്ലീൻ ചെയ്യുന്നത് അതിൻ്റെ നോസിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടു പ്രിവെൻറ്റ് ക്ലോഗിങ് ഓഫ് ദി നോസിൽ. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ സോൾഡറിങ് ആൻഡ് റീസോൾഡറിങ് ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ റിവിഷൻ ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ watching this video.